ഒരു രക്തദാനത്തിലൂടെ നാടിനാകെ മാതൃകയായ നെല്ലിക്കുകയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതിനുമുമ്പായി അതിനെക്കുറിച്ച് നമുക്ക് റിപ്പോർട്ട് കേന്ദ്രമന്ത്രിയായ കുട്ടിയോട് ഇലക്ട്രിക്കൽ എത്തിച്ച ഡ്രൈവറാണ് മൂലേശ്വരയിൽ എംജെ പോൾ എന്ന ഈ 48-കാരൻ. ഇതിനോടകം 40 കുടുംബങ്ങൾക്ക് അപൂർവം രൂപത്തിലുള്ള തന്റെ രക്തം ദാനം ചെയ്തു കഴിഞ്ഞ ഇദ്ദേഹം പോൾ നെഗറ്റീവാണ് പോളിന്റെ രക്തവീക്കം. 17 വർഷങ്ങൾക്കാണ് ആദ്യമായി രക്തം നൽകിയത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പിറന്ന നവജാത ശിശുവിന് പോൾ നെഗറ്റീവ് രൂപപ്പെട്ട രക്തം വേണ്ടി വന്നതോടെ ബന്ധുക്കൾ പോളിനെ തേടിപ്പിടിക്കുകയായിരുന്നു. തന്റെ ശരീരത്തിലൂടെ വരുന്ന രക്തം നിരവധി ജീവനുകൾ രക്ഷിക്കുന്ന തിരിച്ചറിവാണ് പോളിനെ സ്ഥിരം രക്തദാതാവാക്കിയത്. എന്റെ അപൂർവ രക്തമായ പോൾ നെഗറ്റീവ് രക്തം രക്തദാനം ചെയ്യുന്നത് എനിക്കുണ്ടായ എന്ന് പറഞ്ഞാൽ 1900 ഒരു സ്ത്രീ രക്തത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഓടി നടക്കുന്ന സന്ദർഭം എന്റെ രക്തം എന്റെ വേറെ ഗ്രൂപ്പെന്ന് അറിയാതെ പോയി ഞാൻ കൊണ്ട് കൊടുക്കുകയും അങ്ങനെയാണ് എനിക്ക് പ്രചോദനം. അങ്ങനെയാണ് എന്റെ സ്വന്തം ചെലവിൽ ഞാൻ തിരുവനന്തപുരം ആലപ്പുഴയുടെ കോട്ടയം അതേ പ്രദേശത്ത് പോയി എന്റെ വീട്ടിൽ ചെയ്യാൻ. രക്തദാനത്തിനായി പോൾ സ്വന്തം ചെലവിൽ ഏറെ ദൂരം യാത്ര ചെയ്തിട്ടുണ്ട്. ഇതിനിടെ നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും തേടിയെത്തി. ആരോഗ്യവകുപ്പും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും ആദരിച്ചു. ലോക രക്തദായിക ദിനത്തിൽ പോളിന് ലോകത്തോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ: രക്തദാനം മഹാപുണ്യമാണ്. മനോരമായ ആലപ്പുഴ. ഈ ദിനത്തിൽ രക്തദായക ദിനത്തിൽ പോൾ നമ്മളോട് കൂടെ ചെയ്യുന്നു. പോൾ മാത്രമല്ല, രക്തദാനത്തിലൂടെ കേരളത്തിൽ മാതൃകയായ ശ്രീ തോമസ് എംപിന് നമ്മളോടൊപ്പം അതിഥിയാണ്. ഈ ദിനത്തിന്റെ സന്ദേശത്തെ കുറിച്ച്, ഈ ദിനത്തിന്റെ മഹാത്മത്തെ കുറിച്ച്, തങ്ങളുടെ അനുഭവങ്ങളെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു. ആദ്യം പോളിലേക്ക് താങ്കൾ സൂചിപ്പിച്ചു, താങ്കളുടെ റിപ്പോർട്ട് അനുസരിച്ച് 9 താങ്കൾ ഒരുപാട് ചെയ്തെടുത്തിട്ടാണ് പലപ്പോഴും ഇത്തരം രക്തദാനങ്ങളിലേക്ക് പോകുന്നത്. ഒരു ദാനം താങ്കൾക്ക് വരുന്ന സംതൃപ്തി അതെങ്ങനെയാണ് താങ്കൾ സ്വീകരിക്കുക? വളരെ രക്തത്തിലേക്ക് പോകുന്ന അനേകം കാണുമ്പോൾ എനിക്കത് വളരെ ഇപ്പോഴുള്ള സന്ദർഭങ്ങൾ കിട്ടുമ്പോൾ രക്തദാനത്തിൽ കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ രക്തദാനം വളരെ കാര്യമായിട്ട് ചെയ്യുന്നത്. ഈ രക്തദാനത്തിലൂടെ എൻ്റെ ആരോഗ്യത്തിനെ നോക്കിയാൽ എനിക്ക് ഞാൻ വളരെ ഹാപ്പിയാണ്. 48-ാം വയസ്സിൽ ഈ 40 പ്രാവശ്യം രക്തം കൊടുത്തതിന് ശേഷവും ഞാൻ പൂർണ്ണ ആരോഗ്യമാണ്. ഇത് നമ്മൾ പുതിയ തലമുറയ്ക്ക് ഞങ്ങളുടെ ഗവൺമെന്റ് കൂടുതൽ പ്രചോദനം ലഭിക്കുക എന്നുള്ള ഉദ്ദേശം ഏറ്റവും വലിയ സംബന്ധിച്ച് അത് മാത്രമാണ്. പിന്നെ എൻ്റെ കൂടുതലേക്ക് പറയാനുള്ളത് ജോലി രംഗത്തും ഇതുപോലെ പ്രോത്സാഹനങ്ങൾ കൊടുക്കുവാൻ നമ്മുടെ ജീവനക്കാരിൽ കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികളും ഔദ്യോഗിക രംഗത്ത് ഉണ്ടാകണമെന്നുള്ളത് ഒരു അഭിപ്രായം. നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ തോമസ്, താങ്കൾ എങ്ങനെയാണ് രക്തദാനം ദാനം ചെയ്യാൻ ദാനം ചെയ്തിട്ടുള്ള അനുഭവം എനിക്ക് വളരെ അപൂർവമുണ്ടോ അനുഭവമായിരുന്നു. മാത്രമല്ലാതെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കുമൊക്കെ വേണ്ടി തന്നെയായിരുന്നു. പക്ഷേ ആ സമയത്തിൽ ചെറിയ വേദനയും കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായെങ്കിലും അത് കഴിഞ്ഞിട്ട് അവരുമായിട്ടുണ്ടാകുന്ന ഒരു ആത്മബന്ധം എനിക്ക് വളരെ വിലപ്പെട്ടതായിട്ടാണ് തോന്നിയത്. താങ്കളുടെ അനുഭവം എങ്ങനെയായിരുന്നു? നമുക്ക് വളരെ ശരിയാണ്. ചെയ്തു പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായ അനുഭവം ഞാൻ കഴിഞ്ഞ ദിവസം പത്രങ്ങൾ ചോദിച്ചപ്പോൾ പറയുകയുണ്ടായി. കാരണം ഒരു സ്ത്രീ പ്രസവിച്ചതിന് ശേഷം ബുദ്ധിമുട്ടി കുട്ടികളായിട്ട് മൂലം ആ മുഴ കണ്ട് ഉടനെ അവിടെ നെറ്റോടെ കൂടിയും അതുപോലെ കുട്ടിയെ വേഗം ഒരു പാൽപ്പുഴ കഴിക്കുമ്പോഴേക്കും ഓപ്പറേഷൻ ചെയ്യണം. അതൊക്കെ കുറിച്ച് പരിശോധിച്ചു ഓർഡർ എടുക്കുകയാണ് പറഞ്ഞു. ആ രാത്രി എന്നെ വീട്ടിൽ വീട്ടിൽ ഞാൻ ആ സമയത്തിന് അവരുടെ ഒപ്പം പോയി കാർ കയറി നേരെ ആൾക്കാരെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുട്ടി വളരെ ശിശുവായിരുന്നു. അതിനെ ഓപ്പറേറ്റ് ചെയ്ത് എൻ്റെ രക്തം കൊടുക്കുകയും ആ കുട്ടി കൊടുത്ത് ആ കുട്ടി ഒന്നും ജീവിക്കാൻ കുട്ടിയുടെ ബർത്ത്ഡേ ചെയ്യാൻ വിളിച്ചു. അത് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. കാരണം ഇതുപോലെയുള്ള കുട്ടികൾ അതുപോലെ തന്നെ മറ്റുള്ള ഈ പ്രസവ സംബന്ധമായ ആശുപത്രികളിൽ പോയി ചെറുതല്ലെങ്കിൽ ജോലിയെല്ലാം ലീവെടുത്തവരെ ഞാൻ പോയി ആ ആശുപത്രിയിൽ വരാണ്ട് ചോദിച്ചു. അവർ പ്രസവ സമയത്ത് ജോലി വേണമെന്നുള്ള സ്റ്റാൻഡ് നിൽക്കി എന്നാൽ പിന്നെ ഞാൻ പ്രസവം നടത്തി വേണ്ട എന്ന് പറയുന്നത് പോലും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് പോകാനൊന്നും പ്രതീക്ഷ ചെയ്യുന്നതല്ല. ഇത് രക്തദാനം എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് ദുരിതം കഴിയും നമുക്ക് വൈദ്യുതി ബാധിക്കുന്നുണ്ട്. നാട്ടിൽ ചെയ്യുന്ന ഒരു ദുരിതങ്ങളുള്ള തന്നെ കൊടുത്താൽ ദുരിതം കഴിയുന്ന ദൈവത്തെ ഭയപ്പെട്ടില്ല. ആ വൈദ്യുതടിസ്ഥാനത്തിൻ്റെ ഒരു മാത്രമാണ് ഞാൻ ദൈവം നമുക്ക്. അതുകൊണ്ട് നമ്മൾ ആ ഒരു സംതൃപ്തിയാണ് കിട്ടും എന്നുള്ളത്. ഇപ്പോൾ മറ്റൊരു കാര്യം ചോദിച്ചത് 90-ലാണ് താങ്കൾ ആദ്യമായി രക്തദാനം ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു രക്തദാനത്തിൽ താങ്കൾക്ക് ഏതെങ്കിലും വ്യക്തികൾ പ്രചോദനമായിരിക്കുമോ ആരോഗ്യത്തിലും പറഞ്ഞ് താങ്കളെ രക്തദാനത്തെ ശക്തി കുറച്ചില്ല?
ഇപ്പോൾ ഞാൻ ചോദിച്ചത് താങ്കൾ രക്തം ദാനം ചെയ്തത് 90-ലാണ് ആദ്യമായിട്ട് വരുന്നത്. പക്ഷെ ഏതെങ്കിലും വ്യക്തികൾ താങ്കൾ ഇത് മാതൃകയായിട്ടുണ്ടോ പ്രചോദനമായിട്ടുണ്ടോ? പല വ്യക്തികളും പല ആവശ്യങ്ങളും എന്നെ അന്വേഷിച്ചു ജോലി ഉന്നയിക്കപ്പെട്ട വ്യക്തികൾ പറയുന്നത് തരാമെന്ന് സന്നദ്ധമായിട്ട് പലരും പരിചയപ്പെട്ടിട്ടുണ്ട്. അത് രക്തം കൊടുത്ത് തീർച്ചയായും ഒരു 40 കൊടുത്തു കുറച്ചുപേർ മാത്രമേ എന്നെ അടക്കി വിളിക്കുകയും എന്നെ ക്ഷേമങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രക്തം കൊടുക്കുന്നുണ്ടെങ്കിൽ കൊള്ളാൻ താങ്കളുടെ പ്രവർത്തനം നല്ലതാണെന്ന് പ്രോത്സാഹനം കുറച്ചുപേരിൽ നിന്ന് മാത്രമേ കിട്ടുന്നുള്ളൂ. അതുപോലെ നമ്മൾ രക്തം കൊടുത്തിട്ടുള്ള വ്യക്തികളോട് ഞാൻ പകരം വേറെ ഏതെങ്കിലും രക്തം ചോദിച്ചാൽ അവർ ഒഴിവഴികൾ പറയുന്ന ഒഴിവഴികളെന്ന് പറഞ്ഞാൽ അവർ പേടി രക്തം കൊടുത്തതിന് എന്താ സംഭവിക്കുന്നത് അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തി നേടാനുള്ളത്. കാരണം എന്റെ അനുഭവത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഇതുവരെ ഒരു അനുഭവങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. കാരണം ഇത് അതുകാരണം എനിക്ക് കൊടുക്കാൻ സാധിക്കും. താങ്കളുടെ ഒരു കണക്കനുസരിച്ച് താങ്കളുടെ ഇപ്പോഴത്തെ 40ഓളം പേർക്കാണ് നമ്മുടെ ഏകദേശം ഒരു കണക്കനുസരിച്ച് പറയുക താങ്കൾ എത്ര ലിസ്റ്റിൽ രക്തം കൊടുത്തിട്ടുണ്ടാവും? ഒരു പ്രാവശ്യം 300 മില്ലിയാണ് 350 മില്ലിയാണ് ഞാൻ കൊടുത്തത്. ആ കണക്കിൽ അനുഭവത്തിന്റെ കാര്യത്തിൽ നമുക്ക് സംസാരിക്കാൻ ജോയിന് ആവുന്നതായിരിക്കാം. അദ്ദേഹം സേവനം ചെയ്യുന്ന അല്പം വൈകാതെ വേണ്ട ഒരു ജോലിയാണ് അദ്ദേഹത്തിന്റെ. അദ്ദേഹം തന്നെ ഇതിന്റെ വാക്കുകൾ പറയുകയുണ്ടായി. ഡ്യൂട്ടിക്കിടയിൽ പോയി രക്തം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ആശങ്കകൾ രക്തം പോയാൽ കുട്ടികൾ എത്തപ്പെടുന്ന കഴിക്കണം അങ്ങനെയുള്ള ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ട്. താങ്കളുടെ ഒരു അനുഭവം തന്നെ കാരണം ഞാൻ ഡ്യൂട്ടിക്കിടയിൽ രാവിലെ 8 മണിക്ക് സമയത്ത് പോയി ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ അതായത് ചെറിയ ഡെക്കറേഷൻ കഴിക്കുമ്പോൾ സാധാരണ കഴിക്കുന്ന പോലുള്ള ആഹാരം കഴിക്കുമ്പോൾ വീട് കൊടുത്ത് ആ വീട് കൊടുത്ത് അന്നേരം തന്നെ ആ വീടിന്റെ ആ നേരത്തിനുള്ള ആ ബോധം അറിയുന്നവരെ വീട്ടിലുള്ള അവിടെ ഒരു ജ്യൂസ് വരും. ആ ജ്യൂസ് കുടിച്ച് നേരെ ഒരു ജോലിക്ക് ഞാൻ കൊടുക്കുന്ന ആഹാരം തന്നെ കൊടുത്ത് ഞാൻ എന്റെ ഡ്യൂട്ടി നിലനിന്ന് നടത്തിയിട്ടുണ്ട്. കാരണം അതുപോലെ അത്രയ്ക്ക് ഒരു പേടിക്കപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം പ്രത്യേകിച്ച് എനിക്കൊരു ആഹാരം ഞാൻ കഴിക്കാറില്ല. എന്റെ ആഹാരം ഞാൻ സാധാരണ കഴിക്കുന്ന രാവിലെ ഒരു കാപ്പി, ഉച്ചയ്ക്ക് ചോറ് നിർബന്ധമാണ്, വൈകുന്നേരം എന്തെങ്കിലും കാപ്പി കൊടുക്കും, ആ സ്ഥലം കഴിച്ച് കിടക്കും. അല്ലാണ്ട് ഇതിന് സംബന്ധമായ രക്തം മുസ്ലിം കഴിച്ച് ഒരു മുട്ടയോ ആലയോ ഒന്നും കഴിക്കുന്ന കാര്യമില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ എന്റെ കണക്ക് പറയാൻ 24 മണിക്കൂറിൽ പുതിയ രക്തം വഴി നല്ല പൂർണ്ണ ആരോഗ്യമായിരിക്കും നിങ്ങളുടെ ഉറപ്പുണ്ട്. ഇത്രയും 40ഓളം രക്തദാനങ്ങൾ നടത്തിയ ഇത്രയധികം രക്തം കൊടുത്ത താങ്കളെക്കാളും ആധികാരികമായി ഇത് പറയാൻ മറ്റൊന്നും ഉണ്ടാവുകയുമില്ല. പ്രേക്ഷകർക്ക് എല്ലാ ആശങ്കകളും ദൂരീകരിക്കാൻ ഈ വാക്കുകൾ തന്നെ ധാരാളമെന്ന് പ്രതീക്ഷിക്കുന്നു. സുധീറിലേക്ക് വരുന്നു നമ്മൾ ചോദിക്കേണ്ട. സുധീർ, താങ്കൾ ഒരുപാട് പല ക്യാമ്പുകളിലും താങ്കൾ ഇപ്പോൾ താങ്കളിലേക്ക് വരികയാണ്. താങ്കൾ പറഞ്ഞു ആരോഗ്യ പാരിതോഷികങ്ങളും ഒന്നും സ്വീകരിക്കാതെയാണ് രക്തദാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? കാരണം അവർക്ക് കാരണം ദൈവത്തിന് എന്ത് ചെയ്താലും വളരെ സന്തോഷമാണ്. എന്റെ അനുഭവിച്ചിരിക്കുന്ന ഏറ്റവും മുൻഗണനയായി മാറ്റിയിരിക്കുന്നു. വളരെ വലിയ കാര്യമായിരുന്നു. എനിക്ക് വളരെ സ്ട്രേറ്റാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ എന്റെ ഔദ്യോഗികതയിൽ എനിക്ക് എന്തെങ്കിലും എന്റെ നേതൃത്വത്തിനായ സാറും 3 വർഷത്തിലേക്ക് എനിക്ക് വളരെ അനുകൂലമാണ്. അത് എനിക്ക് ഇതുപോലെയുള്ള പോകുന്ന സമയങ്ങളിലെല്ലാം എനിക്ക് വളരെ പോയി രക്തം കൊടുക്കണം, പ്രോത്സാഹിപ്പിക്കുകയും എനിക്ക് എല്ലാ നിലയിലും തന്നെ പ്രോത്സാഹനമാണ് ഉണ്ടാകുന്നത്. നേരത്തെ അവർക്ക് ഇതുപോലെ നമ്മൾ രക്തം കൊടുക്കുന്ന വ്യക്തി പോലും കിടന്നിട്ട് മറന്നു പോകുന്ന തിരിച്ചു വരുവാൻ നമ്മൾ പല ഇന്ത്യയിൽ വാർത്തകൾ അറിഞ്ഞിട്ട് പല ഗ്രൂപ്പും വന്ന് ചോദിക്കാറുണ്ട്. അതിനുവേണ്ടി ഞാൻ ബഹുമാനപ്പെട്ട പ്രോത്സാഹനമാണ് എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം അദ്ദേഹമാണ് കൂടുതൽ എനിക്ക് പ്രതിരോധം തരുവാനും എനിക്ക് എന്റെ അടുത്താമസിക്കുന്ന എനിക്ക് കൂടുതൽ ആദ്യത്തേക്കാണ് മാർഗനിർദ്ദേശങ്ങൾ തരുന്ന ഗുരുവാണ് പ്രോത്സാഹനം. അതിന് ഈ ഒരു രക്തം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു രക്തം തരുവാനുള്ള സന്മനസ് കാണിക്കുവാൻ പലപ്പോഴും തയ്യാറാണെന്ന് മനോഭാവം നമ്മുടെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം മറക്കുന്നു. ഇവരുടെയും മനോഭാവം ഈ ഒരു രക്തദാനം എന്നുള്ളത് മഹത് കർമ്മത്തിന്റെ വില മനസ്സിലാക്കാത്ത പ്രവർത്തികൾ അതുമൂലം ഒരുപക്ഷെ നഷ്ടപ്പെടുന്നത് പല ജീവനുകളുമാണ് എന്നുള്ള തിരിച്ചറിവ് ഒരുപക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ സന്ദേശം അത് തന്നെയാണ്. നമസ്കാരത്തിലേക്ക് വരുന്നത് ഇന്ന് രക്തദാന സാക്ഷ്യപത്രങ്ങൾ
മലയാള യുവജനങ്ങൾക്ക് ഇത് പ്രചോദനമാവട്ടെ. അതുവഴി ഭരണത്തിൽപ്പെടുന്ന ഒരുപാട് രക്ഷപ്പെടാൻ എന്നൊരു പ്രാർത്ഥനാർത്ഥമാണ് ഇതൊക്കെ വാക്കുകൾ ബോധവൽക്കരണം കൂടിയാണ്. അപ്പം ഈ രക്തം ദാനം ചെയ്യാൻ ഇതുപോലൊരു സുഖമായ സേവനം ചെയ്യുന്ന എല്ലാവരും നമ്മൾ വിസ്തരിക്കുന്നു. ഈ വേളയിൽ നമ്മളോടൊപ്പം അവധിയായെത്തിയ എല്ലാവർക്കും നന്ദി.